നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ജൈവ കർഷക സെമിനാർ നടത്തി. ഗതാഗത മന്ത്രി വാക്കുപാലിച്ചില്ലെന്നാരോപിച്ച് കരയാമ്പറമ്പ് ജംഗ്ഷനിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. ഈ അവസരത്തിൽ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ MLA-യും അതുപോലെ തന്നെയുള്ള മന്ത്രിയും അടക്കമുള്ള ആളുകൾ വന്നു. വളരെ നല്ല രീതിയിൽ തന്നെയുള്ള കാര്യങ്ങളെ പറ്റി പറഞ്ഞു. ചാലക്കുടി നഗരസഭയിൽ വിവിധ റോഡുകൾക്ക് സനീഷ് കുമാർ ജോസഫ് MLA-യുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചുള്ള പ്രവൃത്തികൾക്ക് കൗൺസിൽ അംഗീകാരം നൽകി. ഓണം സീസണിലെ തിരക്ക് പരിഗണിച്ച് അധികമായി 58 അന്തർ സംസ്ഥാന സർവീസുകൾ പ്രഖ്യാപിച്ച് KSRTC. വാർത്തകൾ വിശദമായി. ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ജൈവ കർഷക സെമിനാർ നടത്തി. സെമിനാർ ഉദ്ഘാടനവും മേഖലയിലെ മികച്ച കർഷകർക്കുള്ള അവാർഡ് ദാനവും സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിച്ചു. കാടുകുറ്റി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യോഗത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് PD ദിനേശ് അധ്യക്ഷത വഹിച്ചു. കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് മുഖ്യാതിഥിയായി. നീറ്റ ജലാറ്റിൻ കമ്പനിയുടെ ഡിവിഷണൽ ഹെഡ് പോളി സെബാസ്റ്റ്യൻ ജൈവവള വിതരണവും കൃഷിവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ലാൽ സുന വിത്തുകളുടെ വിതരണവും നിർവഹിച്ചു. കർഷകർക്ക് ജാതി കൃഷി പരിശീലന ക്ലാസ് നൽകി. കാടുകുറ്റി മേഖലയിലെ ഏറ്റവും നല്ല ജൈവ കർഷകനുള്ള കർഷകോത്തമ അവാർഡിനർഹനായ VO ജോസഫ്, കർഷക മിത്ര അവാർഡിനർഹനായ ഫിലോമിന ജേക്കബ്, കർഷക പ്രതിഭ അവാർഡിനർഹനായ വിദ്യാർത്ഥിനി അനന്യ മേനോൻ എന്നിവരെ ആദരിച്ചു. യോഗത്തിൽ കൃഷി ഓഫീസർ സോന സ്കറിയ, റോട്ടറി ക്ലബ്ബ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി അനീഷ് കുഞ്ഞപ്പൻ, ക്ലബ്ബ് മെമ്പർമാരായ അഡ്വക്കേറ്റ് സുനിലൻ കളരിക്കൽ, അഡ്വക്കേറ്റ് സണ്ണി ഗോപുരൻ, ജീസൻ ചാക്കോ, ക്ലബ്ബ് സെക്രട്ടറി അഡ്വക്കേറ്റ് K കുഞ്ഞുമോൻ എന്നിവർ പ്രസംഗിച്ചു. കൃഷിയെ നെഞ്ചേറ്റിയ കർഷകരാണ് നമ്മുടെ നാട്ടിലുള്ളത്. മണിക്ക് തന്നെയാണ് നമ്മൾ ചടങ്ങ് തുടങ്ങാമെന്ന് കരുതുന്നത്. നമ്മളെല്ലാം തിരക്കിൽ പെട്ടിരിക്കുകയാണ്. എല്ലാം ചേർന്ന് പുറക്കി നമുക്കിത് നടക്കും. പക്ഷെ നമുക്ക് പഞ്ചായത്ത് ഈ ചടങ്ങ് 10 മണിക്ക് നമ്മൾ കൃത്യം തുടങ്ങും എന്നുള്ളതുകൊണ്ട് 11 മണിക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അപ്പോ അതിനെ എത്തിച്ചേർന്ന എല്ലാവരും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കമ്പനി പ്രതിനിധികളായ ഡിവിഷണൽ ഹെഡ് മിസ്റ്റർ പോളി സെബാസ്റ്റ്യൻ, അവരദ്ദേഹത്തിന്റെ കൂടെ ഉള്ള ആളുകൾ കൂടെ സ്റ്റേജിലുണ്ട്. അപ്പൊ അവരെ ഞാൻ പൊട്ടാസ്യം ഈ ഉന്നക്കാനം എന്ന് പറഞ്ഞ ജാതിന് ഇതുവരെ അറിയാമായിരുന്നു. എന്തായാലും പ്രത്യേകത ഒറ്റ പ്രത്യേകതയുണ്ട്. കാരണം കേരളത്തിലെ ഏറ്റവും മികച്ച 5 ജാതികളിൽ ഒന്നാണ് സംശയം. പക്ഷേ അതിന്റെ മറ്റൊരു പ്രത്യേകത എക്സ്പോർട്ട് ക്വാളിറ്റി നമ്പർ.
അതിനേക്കാൾ കൂടുതൽ ജാതിപക്ഷ മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ളവരാണ് നിങ്ങളെല്ലാവരും തന്നെ. തൃശൂർ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ മെമ്മറി ലയൻ വാർഷിക പ്രദർശനം ചൂൽ ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. പ്രശസ്ത ശില്പി വി കെ രാജ് ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കൗൺസിലർ വി ജെ ജോജി, എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ എം ജി ബാബു, കലാകാരന്മാരായ സുരേഷ് മുട്ടത്തി, കെ എം ജീവാനന്ദ്, ബീന സന്തോഷ്, ലതാദേവി എന്നിവർ പ്രസംഗിച്ചു. പ്രദർശനം ഓഗസ്റ്റ് 31 വരെ തുടരും. കലാകാരന്മാരെ ഇത് കൊണ്ടുവരുന്നില്ല എങ്കിലും ഒരു തുടക്കം, അതുകൊണ്ട് തുടക്കം നൽകി മെമ്മറി ലൈനിനെ കുറിച്ച് പല രാജ്യങ്ങളിൽ ഫൈനാൻസിൽ നിന്നും പഠിച്ചിറങ്ങിയ അവരിൽ പലരും കലയിൽ നിന്ന് അകന്നു നിൽക്കേണ്ട സാഹചര്യം അനുഭവിക്കുകയും ചെയ്തിരിക്കുന്ന കലാകാരന്മാരെയും അതുകൊണ്ട് എനിക്കിനിയും വരയ്ക്കാനും ശില്പങ്ങളുണ്ടാക്കാനും കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം അവരിൽ വീണ്ടെടുക്കുക, അവരെ കൊണ്ട് വർക്ക് ചെയ്യിക്കുക, പൊതുധാരയിലേക്ക് അവരെ കൂടി കൈപിടിച്ച് ചേർത്ത് പിടിച്ച് മുന്നോട്ട് നയിക്കുക എന്നതാണ് മെമ്മറി ലൈനിൻ്റെ പ്രധാന ലക്ഷ്യം. അതിൽ ചിലപ്പോൾ തുടക്കക്കാരുടെ ചില ബാലാരിഷ്ടതകൾ എപ്പോഴും അവശേഷിക്കുന്ന കുറച്ചു പേരുണ്ടാകാം. എങ്കിലും അവരെ മാറ്റി നിർത്താതെ അവർക്ക് ഒന്നുകൂടി സ്വയം വളരാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക കൂടിയാണ് മെമ്മറി ലൈനിൻ്റെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ 10 വർഷത്തോളമായി ഞങ്ങൾ ഒന്നിച്ചു കൂടുന്നു. വർഷത്തിലൊരിക്കൽ കുടുംബ സംഗമം, സൗകര്യപ്രദമായ മറ്റ് ദിവസങ്ങളിൽ ഏകദിന ക്യാമ്പുകളും ലളിതകലാ അക്കാദമിയുടെ വേദിയിൽ സംഘടിപ്പിക്കുകയുണ്ടായി. എന്നാൽ കുറച്ചും കൂടി വെച്ച് നടത്താനാണ് ഉദ്ദേശിച്ചത്. വിപുലമായതിനാൽ അവിടെ നിന്നും അത് മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം വന്നു. തുടർന്ന് അത് ഡേവിഡ് ഹാൾ, ഫോർട്ട് കൊച്ചിയിലെ ഡേവിഡ് ഹാളിൽ പ്രദർശനം. നിങ്ങളെ എല്ലാവരെയും കാണാൻ സാധിച്ചത് വളരെ സന്തോഷമാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കാണുന്ന ചിത്രകല അല്ലെങ്കിൽ കലാരൂപങ്ങൾ മുഴുവൻ ഏകദേശം 10,000 കൊല്ലങ്ങളെ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് ഇത്തരം സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നില്ല. ഏകദേശം എക്സ്പെരിമെന്റുകൾ തുടങ്ങിയിട്ടൊരു 16-17 നൂറ്റാണ്ടിന് ശേഷമാണ് എക്സ്പെരിമെന്റ് തുടങ്ങിയത്. ചിത്രങ്ങളിലും ശില്പങ്ങളിലൊക്കെ പിന്നെ ആസ് യൂഷ്വൽ ചിത്രങ്ങളിലും ശില്പങ്ങളാണ് നടന്നിട്ടുള്ളത്. ഇത്രയും പ്രായ ആൾക്കാർ പലരും ഞാൻ പഠിപ്പിച്ചതാണ് എനിക്കറിയാം. പക്ഷെ ഇപ്പോഴും ഈ എനർജി ഉപയോഗിക്കുന്നു എന്നുള്ളത് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. പക്ഷെ എനിക്കൊരു കാര്യം എന്നോട് പറയാനുള്ളത്, പലരും കളർ ഉപയോഗിക്കാൻ വലിയ കുഴപ്പമുള്ളതായിട്ട് തോന്നുന്നില്ല. പക്ഷെ ഡ്രോയിങ്ങിന്റെ കാര്യത്തിൽ വളരെ വളരെ മോശമാണ്. അറിയാതെ എനിക്ക് യാതൊരു തോന്നിയില്ല. കാരണം നമ്മുടെ നിവേദിക അതിലൊരു ന്യൂറോത്തിക് പീരീഡിലെ മധ്യപ്രദേശിലെ ഒരു കേവാണ്, സാൻഡൽ കേവാണ്, ഈ മണൽ കൊണ്ടുള്ള കേവാണ്. ആ കേവിലുള്ള ചിത്രങ്ങളും അജന്തയിലെയും എല്ലോറയിലെയും ചിത്രങ്ങളും ശില്പങ്ങളും സിദ്ധാനവാലിന്റെ ഈ ശില്പങ്ങളും ചിത്രങ്ങളും ഒക്കെ നമ്മൾ ഡ്രോയിങ്ങിനെ പ്രേരിപ്പിക്കുന്നതാണ്. സാഹിത്യത്തിന്റെ കലയല്ല നമ്മുടെ മോഡേൺ കല എന്ന് പറയുന്നത്. നമ്മൾ ഇതിലൂടെ ഡെവലപ്പ് ചെയ്യുന്നൊരു കലയാണ് എന്നും നിലനിൽക്കുള്ളൂ. അല്ലാത്തത് കുറെ കൈ കുറയ്ക്കാൻ അറിയാത്ത ഒരു സമ്പ്രദായം തോന്നി, കാല് വരയ്ക്കാൻ അറിയാത്ത സമ്പ്രദായം തോന്നി, ഫേസ് വരയ്ക്കാൻ അറിയാത്ത. ഇതിന് നമ്മൾ മാസ്റ്റേഴ്സിലേക്ക് പണ്ടത്തെ പോലെ പല പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളും അവരുടെ പ്രവചനങ്ങളും അതുപോലെയുള്ള പ്രകടനങ്ങളും മാത്രമായിട്ട് രൂപം കൊള്ളുന്നു. അധ്യക്ഷൻ ശ്രീ തൃശൂർ ഫൈൻ ആർട്സ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ മെമ്മറി ലൈനിന്റെ നേതൃത്വത്തിൽ അവരുടെ അംഗങ്ങൾ അവരുടെ
പങ്കാളിത്തത്തോടെ നടത്തുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ചിത്ര പ്രദർശനമാണ് നമ്മൾ ഈ ചോല ആർട്ട് ഗാലറിയിൽ നിന്ന് നാം കാണുന്നത്. സമ്പ്രദായം, ശില്പകലാ സമ്പ്രദായം ആണ് നിങ്ങളോട് പറയാം. മാന്യ പ്രദേശം നിറഞ്ഞ കുടുംബാംഗങ്ങളെ, എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. എൻ്റെ ചാടി ടൗണിൽ നിന്നും വളരെ മാറി നിലകൊള്ളുന്ന ഗായത്രി ആശ്രമം വാർഡ് ഇന്ന് കേരളത്തിന്റെ വടക്കേറ്റം മുതൽ തെക്കേറ്റം വരെയുള്ള ചിത്രകാരന്മാരും നൂറുകണക്കിന് ഈ ചിത്രങ്ങൾ കാണാനായിട്ട് ഇവിടെ എത്തിച്ചേരുന്ന ഒരു വാർഡായിട്ട് എൻ്റെ നാടായിട്ട് മാറിയതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഇന്ന് നൂറുകണക്കിന് ചിത്രകാരന്മാരാണ് ഈ ഒരു വർഷത്തിനിടയിൽ ഈ ചോല ആർട്ട് ഗാലറിയിൽ ചിത്രം പ്രദർശിപ്പിക്കാനും അവിടെ ചിത്രങ്ങൾ വിൽക്കുവാനും അതോടൊപ്പം തന്നെ ഈ ചിത്രങ്ങൾ കാണാനായിട്ട് വിവിധ ദേശങ്ങളിൽ നിന്നും മറ്റും ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. മെമ്മറി ലൈൻ വളരെ ഗൗരവത്തിലുള്ള ഒരു എക്സിബിഷനാണ് നടത്തിയിരിക്കുന്നത്. തൃശ്ശൂർ കോളേജ് ഓഫ് ഫൈൻ ആർട്സിൻ്റെ മുതിർന്ന കലാകാരന്മാരുടെ ഗ്രൂപ്പായിട്ടുള്ള മെമ്മറി ലൈൻ ആ കോളേജിനോടും അതുപോലെ തന്നെ തങ്ങൾ പഠിച്ച കലാ വിദ്യാലയത്തിലെ സുഹൃത്തുക്കളുടെ ഒരു ചാലക്കുടി നഗരസഭയിൽ വിവിധ റോഡുകൾക്ക് സനീഷ് കുമാർ ജോസഫ് MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചുള്ള പ്രവൃത്തികൾക്ക് കൗൺസിൽ അംഗീകാരം നൽകി. 1-ാം വാർഡിൽ താണിപ്പാറ റോഡ് 20 ലക്ഷം, 22-ാം വാർഡിൽ കണ്ണമ്പുഴ അമ്പലം റോഡ് 31 ലക്ഷം, 26-ാം വാർഡിൽ കീഴ്ത്താണി റോഡ് 17 ലക്ഷം എന്നീ പ്രവൃത്തികൾക്കാണ് കൗൺസിൽ അംഗീകാരം നൽകിയത്. അമൃത് മിഷന്റെ ഭാഗമായുള്ള അമൃത് മിത്ര പദ്ധതി പ്രകാരം നഗരസഭയുടെ കലാഭവൻ മണി പാർക്ക്
പൗലോസ് താക്കോൽക്കാരൻ പാർക്ക് എന്നിവയുടെ പരിപാലനത്തിന് 10 ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ള സാഹചര്യത്തിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിക്കുവാനും കൌൺസിൽ തീരുമാനിച്ചു. നഗരസഭ അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനുള്ള ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ തുടരാൻ കൌൺസിൽ തീരുമാനിച്ചു. ഇതിനായി കോസ്മോസ് ക്ലബിന് സമീപം 11.80 ഏക്കർ ഭൂമി പൊന്നും വിലക്കെടുക്കാനുള്ള മുൻ കൌൺസിലിന്റെ നടപടികൾ തുടരും. ഇക്കാര്യത്തിനായി വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി തുടർ നടപടികൾ സ്വീകരിക്കും. കോടതി കെട്ടിടത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി കോടതി കെട്ടിടത്തിന്റെ എതിർഭാഗത്ത് കലാഭവൻ മണി പാർക്കിനോട് ചേർന്ന് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിന് മുൻസിഫ് കോടതിക്ക് അനുവാദം നൽകുവാൻ തീരുമാനിച്ചു. സൗത്ത് ബസ് സ്റ്റാൻഡിലെ പാർക്കിംഗ് ഫീസ് അനധികൃതമായി പിരിച്ചത് സംബന്ധിച്ച് ചർച്ച ചെയ്യണമെന്ന് കൌൺസിലർ എം അനിൽകുമാർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വിഷയം ചർച്ച ചെയ്യുകയും വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി അടുത്ത കൌൺസിൽ യോഗത്തിൽ സമർപ്പിക്കുവാൻ ചെയർമാൻ നിർദ്ദേശിച്ചു. നിലവിൽ ലേലം കൊണ്ട് വ്യക്തിയെ ഒഴിവാക്കിയിട്ടുള്ള സാഹചര്യത്തിൽ ബസ് ഉടമകൾ പാർക്കിംഗ് ഫീസായി നൽകേണ്ട തുക ഉടമകളിൽ നിന്നും ഈടാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും തുടർന്ന് ഫീസ് പിരിക്കുന്നതിന് ആളുകളെ ചുമതലപ്പെടുത്തുമെന്നും ചെയർമാൻ അറിയിച്ചു. ദേശീയപാതയിൽ കോട്ടാം ഭാഗത്തെ സർവീസ് റോഡിൽ ഭാരവാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് മൂലം വലിയ രീതിയിൽ ഗതാഗത തടസ്സവും അപകട സാധ്യതയും വർദ്ധിച്ചു വരികയാണെന്ന് കൌൺസിലർ ജോർജ് തോമസ് ചൂണ്ടിക്കാട്ടി. ഈ ഭാഗത്ത് തട്ടുകടകൾ പ്രവർത്തിക്കുന്നത് മൂലമാണ് വാഹനങ്ങളുടെ പാർക്കിംഗ് വർദ്ധിക്കുന്നതെന്ന് കൌൺസിൽ വിലയിരുത്തി. ഈ ഭാഗത്തെ തട്ടുകടകൾ ഒഴിവാക്കി അനധികൃത പാർക്കിംഗ് തടയാൻ നടപടികൾ സ്വീകരിക്കാൻ കൌൺസിൽ തീരുമാനിച്ചു. ബീവറേജസ് ഔട്ട്ലെറ്റിന് സമീപമുള്ള അനധികൃത കച്ചവടങ്ങളും അടിയന്തരമായി ഒഴിവാക്കാൻ കൌൺസിൽ തീരുമാനിച്ചു. ചെയർമാൻ എ ബി ജോർജ് അധ്യക്ഷത വഹിച്ചു. അല്ലെങ്കിൽ ഇവിടുത്തെ കൗൺസിലർമാരോട് പറയാ, നഗരസഭ അതിനെ നേരിട്ട് നടത്തുന്നു പറയാ, എന്നിട്ട് ഒരു വിഭാഗം ആൾക്കാരെ അവിടെ പോയിട്ട് പിരിക്കുക. ഞങ്ങൾ ചെന്ന് കണ്ടു, കൈയോടെ പിടികൂടി, റെസീറ്റ് പോലും കൊടുക്കാതെ പൈസ വാങ്ങണ. ചെയർമാനായിട്ട് ആലോചിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് തോന്നുന്നു, അല്ലാണ്ട് വെറുതെ ഒന്നല്ല. ഒരു നഗരസഭയുടെ ബസ് സ്റ്റാൻഡിൽ പണം പിരിക്കാനായിട്ട് നഗരസഭയുടെ അനുവാദം ഇല്ലാതെ പണം പിരിക്കുന്ന വ്യക്തികൾ എന്നിട്ട് പിരിക്കുമ്പോ ഒരു വ്യക്തിയെ പിരിച്ചാൽ 5-6 പേരൊന്നും നേരെ സാബു എന്ന് പറഞ്ഞൊരു വ്യക്തിയെ പിരിക്കണേ. ആ പിരിക്കാന്ന് പറഞ്ഞാൽ എന്ത് അടിസ്ഥാനത്തിലാണ് ചെയ്യണേ? ആരും അനുഭവത്തോടുകൂടിയാണ്. ചെയർമാനെ എഴുതണം, നോട്ട് ചെയ്ത് വെക്കുന്നതായിരിക്കില്ലേ? അപ്പൊ ചെയർമാനെ അങ്ങ് വളരെയധികം പരാജയമാണ്. അതുകൊണ്ട് ഇനി 4 മാസത്തേക്ക് നോക്കി നിൽക്കരുത്, രാജിവെച്ച് LDFന്റെ ലീഡർ അല്ലാതെ സൂചിപ്പിച്ചു. ചാലക്കുടി നഗരസഭയിലെ ബസ് സ്റ്റാൻഡിലെ പിരിവ് ലേലം ചെയ്ത് കൊടുത്ത ആള് അദ്ദേഹത്തിന് ഈ സാമ്പത്തിക വർഷം ലേലം ഏറ്റെടുത്തതിന് ശേഷം വളരെ ചുരുങ്ങിയ സമയമാണ് അവിടുന്ന് പൈസ പിരിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. ആ ബസ് സ്റ്റാൻഡിൽ നടത്തുന്ന അനധികൃതമായിട്ടുള്ള പാർക്കിങ്ങിന്റെ ഭാഗമായി ബസ് ഓണേഴ്സ് ഈ ഫീസ് അദ്ദേഹത്തിന് കൊടുക്കണില്ലാന്നും അതുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് സാധ്യമല്ല, ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞിട്ട് ഈ കൗൺസിലില് അപേക്ഷ 2 തവണ നമ്മൾ ചർച്ച ചെയ്ത അജണ്ട വന്നാണ്. ഇത് ചർച്ച ചെയ്ത അവസാനം ഈ മാസം തന്നെ ആദ്യമാണ് നമ്മൾ ഈ വിഷയത്തിൽ തീരുമാനമെടുത്തത്. ഈ ലേലക്കാരന്റെ ആവശ്യപ്രകാരം അദ്ദേഹത്തിന്റെ ലേലം റദ്ദ് ചെയ്യാനും തുടർന്ന് നഗരസഭ നേരിട്ട് അവിടെ പിരിവ് നടത്താനും അനധികൃത പാർക്കിംഗ് ഒക്കെ ഒഴിവാക്കാനായിട്ട് വാഹനങ്ങളുടെ ഗതാഗതം തടസ്സപ്പെടുത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളവിടെ ഗേറ്റും ചങ്ങലയൊക്കെ വെക്കാനുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തത്. ഇതൊക്കെ ഈ പറഞ്ഞ തീരുമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതുവരെ കൃത്യമായിട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ പോകുന്നുണ്ട്. അതിന്റെ കൗൺസിലിന്റെ തീരുമാനപ്രകാരം നേരിട്ട് അത് പൈസ പിരിക്കുന്നതിന് ആവശ്യമായ ഫയൽ നടപടികളൊക്കെ തീരുമാനപ്രകാരം മുന്നോട്ട് പോകുന്നുണ്ട്. ചെയർമാൻ സംശയം കണ്ടപ്പോ ചോദിച്ചപ്പോഴാണ് പറഞ്ഞ മാന്യത കാണിക്കുന്നില്ല. ഈ മണല ആൾക്കാർ കേരളത്തിൽ മാന്യതയോ ഇങ്ങനെ പിരിക്കാൻ പാടുണ്ടോ? ഞങ്ങൾ ആരും കേസിൽ നിന്നൊന്നും പറഞ്ഞില്ല, ഞങ്ങൾ പറഞ്ഞില്ല. ലേലം കൊണ്ട ശ്രീ റഫീഖ് KV 2 മാസമായി പാർക്കിംഗ് ഫീസ് ലഭിച്ചിട്ടില്ല എന്നും ആയതിനാൽ ലേലത്തുകയായി ഒടുക്കിയ 2,41,000 രൂപ തിരികെ നൽകണമെന്നും അപേക്ഷിച്ചിട്ടുണ്ട്. ആയത് ബഹു കൗൺസിൽ പരിഗണനയ്ക്ക്. ഇതാണ് നമ്മുടെ കൗൺസിലിലേക്ക് വന്ന അജണ്ട. അതിന്റെ തീരുമാനം ചെയ്യാൻ ബസ് സ്റ്റാൻഡ് പിരിവ് നടത്തിയിട്ടുള്ള കാലയളവിലെ തുക കണക്കാക്കി അത് കുറച്ച് ബാക്കി തുക അനുവദിച്ച് ലേലം റദ്ദു ചെയ്യുന്നതിനായും തുടർന്ന് പുതിയ ലേലം ചെയ്യുന്നത് വരെ നഗരസഭ ഡിപ്പാർട്ട്മെന്റായി
ബസ് സ്റ്റാൻഡ് ഫീസ് പിരിവ് നടത്തുന്നതിനായും ആയതിനാവശ്യമായ നടപടി സ്വീകരിക്കുന്നതിനായി റവന്യൂ ഓഫീസറെ ചുമതലപ്പെടുത്തി തീരുമാനിച്ചു. ഇതിന്റെ തീരുമാനത്തിന്റെ ഡേറ്റ് 9/8/2024. ഇതിനുശേഷം ഈ സാധനം ഈ മിനിറ്റ്സ് അപ്രൂവ് ചെയ്ത് കൊടുത്തത് 17-ാം തീയതിയാണ്. ഈ സാധനം എല്ലാം തീരുമാനം എഴുതി അടിച്ചു വന്നതിന് ശേഷം 5 ദിവസം, സാധാരണ 6 മാസം കഴിഞ്ഞിട്ട് കിട്ടാറ്, നിങ്ങളെ പരാതി വന്നു. 5 ദിവസം കഴിഞ്ഞപ്പോൾ 12-ാം തീയതി 9-ാം തീയതി കഴിഞ്ഞ് ഏതാണ്ട് 17-ാം തീയതി 10 ദിവസം കഷ്ടി 17-ാം തീയതി മിനിറ്റ്സ് അപ്രൂവ് ചെയ്ത് ബഹുമാനപ്പെട്ട ആൾക്ക് കൊടുത്തു. 2 ദിവസം മുടക്ക് ദിവസം ആയതുകൊണ്ട് ഇന്ന് വരെ അതിന് കത്ത്, ഈ പറയുന്ന കരാറ് റദ്ദ് ചെയ്തുകൊണ്ടുള്ള കത്ത് നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോ ഈ കരാറുകാരൻ 3,50,000 രൂപയ്ക്കാണ് ബസ്, ഒരു ദിവസം 2,160 രൂപയാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ ബസ് പാർക്കിംഗ് ഫീസ്. നമ്മൾ 365 ദിവസത്തേക്ക് കൂട്ടിയപ്പോഴാണ് 7,88,400 രൂപ കണക്കാക്കി. ഇത് അവിടെ കാലാകാലങ്ങളായി ബസ് സ്റ്റാൻഡില് കരാറുകാരന് പൈസ കിട്ടിയിരുന്ന രീതി, അദ്ദേഹം അവിടെ ബസ്സിലെ ഈ വിളിച്ചു പറയുന്ന ഒരാളുണ്ട്, സാബു എന്നതാണ്. ഈ സാബുവിന്റെ പാർക്കിങ്ങിന്റെ പുസ്തകം, നഗരസഭ അനുവദിച്ചു കൊടുക്കുന്ന പുസ്തകം അദ്ദേഹത്തിന്റെ കയ്യിലാണ്. അദ്ദേഹം ഈ പൈസ ആളുകളിൽ നിന്ന് കളക്ട് ചെയ്ത് അസോസിയേഷന്റെ കയ്യിൽ. കുറ്റിക്കാട് ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ മോതിരക്കണ്ണി ബ്രാഞ്ചിനോട് ചേർന്ന് കുറ്റിക്കാട് ഹൈടെക് നീതി ലാബിന്റെ കളക്ഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. ബാങ്ക് പ്രസിഡന്റ് ജോസ് പടിഞ്ഞാക്കര ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ജോസുട്ടൻ കൈതാരത്ത് അധ്യക്ഷനായി. മാനേജിംഗ് ഡയറക്ടർ KJ ലിസി, ഭരണസമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. അധ്യക്ഷൻ പറഞ്ഞാണ് സോണി നിങ്ങളെല്ലാ വിഷയങ്ങളും പരാമർശിച്ചു. പറയാൻ പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നുമില്ല. എങ്കിലും ഞാൻ എന്തുകൊണ്ട് അതായത് നമ്മുടെ ഇന്ന് സഹകരണ മേഖല ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന ഒരവസ്ഥയാണ്. ഞങ്ങൾ പറയാതെ തന്നെ ഡെയിലി നിങ്ങൾക്ക് പത്രത്തിൽ കാണാം, ഒന്നുകിൽ കുട്ടല്ലൂർ കാണാം, അല്ലെങ്കിൽ കരുവല്ലൂർ കാണാം, അതല്ലെങ്കിൽ പുത്തൂർ കാണാം, അതല്ലെങ്കിൽ തിരുവനന്തപുരത്തിൽ കാണാം. അത് ഒരുപാട് പ്രതിസന്ധികൾ വായിച്ച് ജനത്തിന് ഇപ്പോൾ പേടിയായി. സഹകരണ ബാങ്കിലേക്ക് കടന്നു വരാൻ തന്നെ പേടിയായ ഒരു കാലഘട്ടത്തിൽ മാറിയിരിക്കുക. അപ്പൊ ആ പ്രതിസന്ധി നേരിടുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, ഞങ്ങള് പറയുമ്പോൾ ഈ ജില്ലയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പരിയാരം കുറ്റിക്കാട് നോക്കി പഠിക്കുന്നത് ഞാൻ പറയാം. ഈ പ്രതിസന്ധി നേരിടാൻ അത്ര അച്ചടക്കത്തോടുകൂടി പോകുന്ന ബാങ്കുകൾ. ഞങ്ങൾ വേറെ വലിയ മാജിക് ഒന്നും ഇവിടെ ചെയ്യുന്നില്ല, ഒരു ബില്ലും കൊടുത്തിട്ടില്ല. കൃത്യമായി കാര്യങ്ങൾ പഠിച്ച്, കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ച്, കൃത്യമായി പരിശോധന നടത്തി ബാങ്കിനെ മുന്നോട്ട് നയിക്കും. പലർക്കും അസംതൃപ്തിയുണ്ട്. പിന്നെ ഇന്നലെ മുതൽ കണ്ടിട്ട് നോട്ടീസ് ഞങ്ങൾ പറയാൻ കൊടുക്കാൻ ഒരാളെ പിടിച്ചെടുത്തി വേറൊന്നല്ല. അപ്പൊ അയാൾക്ക് എന്നെ അറിയില്ലേ കുറ്റം പോലെ ബാക്കി. അയാൾ പറയണേ, ഞാൻ ബാങ്കിൽ ലോൺ വന്നപ്പോൾ 10 ലക്ഷം രൂപയ്ക്ക് അനുവദിച്ചു, പക്ഷെ മകനെ കക്ഷി ഇറങ്ങുന്നു പറഞ്ഞു. അപ്പൊ ആരെ പറഞ്ഞത്? അവിടുത്തെ പ്രസിഡന്റ് പറഞ്ഞെന്ന് പറയണേ. അപ്പൊ അത് സംഭവം ശരിയായിരിക്കും. ഞാനത് എന്റെ മനസ്സിലപ്പോ പ്രസ് ചെയ്തൊരു വിഷയമാണത്. സമയം ശരിയായിരിക്കും, അത് പറഞ്ഞേ പറ്റും. കാരണം നിങ്ങൾക്ക് മോതിരക്കണ്ണിയിൽ മാത്രം അവസ്ഥകൾ എടുത്താൽ അറിയാം. നമ്മൾ 15-20 വർഷമൊക്കെ ലോൺ എടുത്തിട്ട് തിരിച്ചു വരാത്ത, കടന്നു വരാത്ത ആളുകളുണ്ട്. ഇങ്ങനെ മുന്നോട്ട് പോവാം. തെക്കിന്ത്യ പരിഹാരത്തെ ബാങ്കിലെ വിജ്ഞാപനം കണ്ടു, ജപ്തി നോട്ടീസ് പത്രത്തിൽ കണ്ടു. കുറ്റിക്കാട് വരും, 30-ാം തീയതി വീണ്ടും കുറ്റിക്കാട് വരും. ഇതിന് നമ്മൾ ഓടി നടന്നിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ഏറ്റവും ലളിതമായി ഇതിനോട് പറയുന്നത്, ഞങ്ങൾ വളരെ വിശാലമായ മനസ്സോട് പറയുന്നത്, നിങ്ങൾ 10 ലക്ഷം തരാനുള്ള 10,000 രൂപ ഈ മാസം അടയ്ക്കും. ഇത് ജപ്തി മാറ്റി വയ്ക്കാം. 10,000 രൂപ മാസം കൊണ്ട് അത് തയ്യാറില്ല. കൂടി വന്നാൽ ആ ഒരു മാസം കൊണ്ട്. ഗതാഗത മന്ത്രി വാക്കുപാലിച്ചില്ലെന്നാരോപിച്ച് പ്രതിഷേധവുമായി നാട്ടുകാർ കരയാമ്പറമ്പ് ജംഗ്ഷനിൽ സിഗ്നൽ ഓഫ് ചെയ്തതിനെതിരെ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി.
കരയാമ്പറമ്പ് ജംഗ്ഷനിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുന്നതിനും ദേശീയപാതയുടെ പടിഞ്ഞാറ് ഭാഗത്തെ മീഡിയൻ അടച്ചുകെട്ടി യു-ടേൺ സംവിധാനം ഒരുക്കി സിഗ്നൽ പുനഃസ്ഥാപിക്കാൻ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ സ്ഥലം സന്ദർശിച്ച് നിർദ്ദേശം നൽകിയിരുന്നു. പുളിയനം ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് ദേശീയപാതയിൽ കയറുന്നതിനായുള്ള ഭാഗമാണ് അടയ്ക്കാൻ നിർദ്ദേശിച്ചത്. പകരം വടക്കുമാറി പള്ളിയുടെ ഭാഗത്തായി യു-ടേൺ സംവിധാനം ഒരുക്കി വാഹനങ്ങൾക്ക് കടന്നുപോകുവാൻ സംവിധാനം ഒരുക്കണമെന്നും മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. യു-ടേൺ നിർമ്മിച്ച് ഗതാഗതം സുഗമമാക്കാമെന്ന് മന്ത്രി ഉറപ്പുകൊടുത്തെങ്കിലും യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ ഓഫ് ചെയ്ത സിഗ്നൽ പുനഃസ്ഥാപിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് 16-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചത്. കറുകുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് നിതിക ശശികുമാർ, വൈസ് പ്രസിഡന്റ് ഷൈജോ പറമ്പി, നേതാക്കളായ KP അയ്യപ്പൻ, ഷാൻഡോ ചിറ്റിനപ്പള്ളി, വാർഡ് അംഗം റോയ് ഗോപുരത്തുങ്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. 6-ാം തീയതി വെളുപ്പിന് 2 മണിക്കാണ് നമ്മൾ ഈ സിഗ്നലിന് വേണ്ടിയിട്ടുള്ള ഈ സമരം പ്രതിഷേധവുമായിട്ട് ഇറങ്ങിയത്. കഴിഞ്ഞ ജൂൺ 16-ാം തീയതി 2 മണിക്ക് കിടന്നുറങ്ങുമ്പോഴാണ് ഇവിടെ ഈ ഹോട്ടലുകാർ വിളിക്കുന്നത്. നമ്മളിവിടെ വരുമ്പോൾ ഈ പറയുന്ന ബ്ലോക്ക് ഇവിടെ ക്രെയിൻ ഉപയോഗിച്ച് നിരത്തുന്ന ഒരു സീനാണ് കണ്ടത്. അതിന്റെ മുമ്പിലേക്ക് നിന്ന് അന്ന് തുടങ്ങിയ ഈ സിഗ്നൽ, അന്ന് തുടങ്ങിയ കാവലാണ്. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സിഗ്നലാണ് നമ്മുടെ മനസ്സിൽ. 3 പ്രാവശ്യം ഇത് വൺ വേ ആക്കാനായിട്ട് വന്നു. 3 പ്രാവശ്യവും നമ്മുടെ ഒരൊറ്റ മനസ്സോടുകൂടിയുള്ള പ്രവർത്തനമാണ് ഈ ബ്ലോക്ക് നിരത്താൻ സമ്മതിക്കാതിരുന്നത്. തീർച്ചയായിട്ടും മന്ത്രി വെറുതെ ഒരു ഗിമിക്ക് കാണിക്കാനായിട്ട് ന്യൂസിന് വേണ്ടി മാത്രം വന്ന് അദ്ദേഹം എല്ലാ സിഗ്നലിലും വന്ന് വെറുതെ വാക്ക് പറയും. അത് പാഴ്വാക്കാണെന്നുള്ളത് നമ്മൾ ന്യൂസ് പേപ്പർ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെയും അദ്ദേഹം ഒരു പരിഷ്കാരം നടത്തി. പരിഷ്കാരത്തിന് ഒരിക്കലും കരയാമ്പറമ്പ് നിവാസികൾ എതിരല്ല. പക്ഷേ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇന്ന് ഈ സായാഹ്നത്തിൽ കരയാമ്പറമ്പിൽ നമ്മൾ മെഴുതിരി കത്തിച്ച് ഒരു പ്രതിഷേധത്തിന്റെ അലയോടി സൃഷ്ടിക്കുന്നത്. ഏതാനും 1.5 മാസം മുമ്പാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ വന്ന് പല പരിഷ്കാരങ്ങളും ഹൈവേയിൽ പല ഭാഗങ്ങളിൽ നടത്തി. പക്ഷേ കരിയാമ്പറമ്പിന്റെ പശ്ചാത്തലം മനസ്സിലാക്കാതെ ചില കാര്യങ്ങൾ അതിൽ കൂടുതൽ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകൾ പറഞ്ഞിട്ട് പോയി. പക്ഷേ ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ഇതുവരെയുള്ള ദേശീയപാതയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടായിരുന്ന നിലവിലുള്ള സിഗ്നലുകൾ അത് പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ഈ മെഴുകുതിരി പ്രതിഷേധത്തിൽ ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട സംസ്ഥാന സർക്കാരിനോടും അതുപോലെ തന്നെ മറ്റു മന്ത്രിയോടും ആവശ്യപ്പെടാനുള്ളത്. കാരണം ബഹുമാനപ്പെട്ട MLA-യും അതുപോലെ തന്നെ MP-യും അടക്കമുള്ളവർ നമുക്കറിയാം, ഇത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ അതിജീവനത്തിനുള്ള ഒരു പോരാട്ടമാണ്. ഇത് എന്ത് വില കൊടുത്തും നാം നേരിടേണ്ട ഒരു സമരം തന്നെയാണ്. നമുക്കറിയാം, കുറെ നാളുകളായിട്ട് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും നെഞ്ചിലേറ്റിയ ഒരു സമരമാണിത്. ഏത് സമയത്തും രാത്രിയായാലും പകലായാലും അധികാരികൾ ഇവിടെ എത്തിയാൽ ഓടിക്കൂടുന്ന ഈ ജനസമൂഹത്തിന്റെ അവർക്ക് ആവേശം പകരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെഴുകുതിരി പ്രതിഷേധ സമരം നടത്തുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ സിഗ്നലിനെ ആശ്രയിച്ചാണ് നമ്മുടെ എല്ലാവരും ഒരുപാട് ജനങ്ങൾ യാത്ര ചെയ്യുന്നത്. അതില് നമുക്ക് ഈ സിഗ്നൽ ഇല്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ തന്നെ ഒത്തിരി കിലോമീറ്ററുകൾ കറങ്ങി യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. ഇതെല്ലാം മനസ്സിലാക്കി മന്ത്രി വന്ന സമയത്ത് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ച് മന്ത്രി 2ാം പ്രാവശ്യം ഈ സിഗ്നൽ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ട നിർദ്ദേശം മന്ത്രി നമ്മുടെ ബഹുമാനപ്പെട്ട MLA-യും MP-യും ഒക്കെ നൽകിയതാണ്. പക്ഷെ അവരുടെ ആ നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഉദ്യോഗസ്ഥർ ഇവിടെ കൊണ്ടുവന്ന് ഒരു പുതിയ സിഗ്നൽ പോസ്റ്റ് സ്ഥാപിക്കുകയുണ്ടായി. നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും. യാതൊരു കാരണവശാലും ഇവിടെ അനുയോജ്യമല്ലാത്ത രീതിയിൽ ആണ് ഇത്തരത്തിലുള്ള ഒരു സിഗ്നൽ പോസ്റ്റ് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ പോസ്റ്റിൽ നമ്മൾ ആവശ്യപ്പെടുന്ന സർവീസ് റോഡിൽ നിന്ന് വരുന്ന ഭാഗത്തേക്കുള്ള സിഗ്നൽ സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ലൈറ്റുകൾ ഒന്നും സ്ഥാപിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അതോറിറ്റിയെ എല്ലാ അധികാരികളെയും സമീപിക്കുകയും ബഹുമാനപ്പെട്ട MLA-യും MP-യും സമീപിക്കുകയും അവർ വീണ്ടും വിളിച്ച് ആധികാരികമായിട്ട് അവരോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ച് ഈ നാട്ടിലെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഇത്തരം നടപടികൾക്കെതിരെ നമ്മൾ ശക്തമായി ഇനിയും പോരാടേണ്ടതുണ്ട്. അതിനുള്ള എല്ലാ പിന്തുണയും നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. സിഗ്നൽ പുനഃസ്ഥാപിക്കലും ഒക്കെ ആയി നമുക്ക് കുറച്ച് വാഗ്ദാനങ്ങൾ തന്നു പോയെങ്കിൽ പോലും ഇതുവരെ ഒന്നും ചെയ്യാത്ത ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. നമുക്കറിയാം, ഇവിടെ സിഗ്നൽ ഇല്ലാത്തത് കൊണ്ട് ജനങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ അപകടങ്ങൾ നടക്കുവാനും നേരത്തെ മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ മറ്റ് പഞ്ചായത്തുകളിലേക്ക് പോകുന്ന ആളുകൾ ഒരുപാട് ഈ വഴി സഞ്ചരിക്കുന്നവരാണ്. അവർക്കൊക്കെ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ ബഹുമാനായ MLA നമുക്ക് വേണ്ടി ഈ സിഗ്നൽ എല്ലാം പുനഃസ്ഥാപിക്കണമെന്നും
ഇവിടെ കരയാമ്പറമ്പത്ത് പരിഷ്കാരങ്ങൾ കൂടുതൽ കൊണ്ടുവരാതെ നമുക്ക് ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷെ നമ്മളോട് ആ ദിവസങ്ങളിൽ തന്നെ എല്ലാസികൾ മുന്നിട്ടിറങ്ങുമെന്ന് ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. നമുക്കറിയാം, ചെറിയ ഒരു കാര്യം വന്നപ്പോഴേക്കും ഇവിടെയുള്ള നമ്മുടെ മെമ്പർ റോയ് ഗോപുരത്തിങ്കലിന്റെ കൂടെ ഇവിടുത്തെ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി പല ദിവസങ്ങളിലും രാത്രികളിലും പാതിരാത്രികളിലും ഒക്കെ ഇവിടെ നിൽക്കുകയുണ്ടായി. ആ ഒരു കാര്യം ഇനിയും ജനങ്ങളിലേക്ക് എത്തിക്കാതെ ഇതിന്റെ അധികാരികൾ എത്രയും പെട്ടെന്ന് ഇവിടുത്തെ ഈ പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കട്ടെ എന്ന് ഞാൻ പറയുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് കരയാമ്പറമ്പ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ സമരം, തീജ്വാല സമരം ജനങ്ങളെ ശ്രദ്ധയാകർഷിക്കുന്ന തരത്തിലുള്ള സമര മാർഗമായിട്ടാണ് നമ്മളിവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധികാരികൾക്ക് നിവേദനങ്ങളും അതുപോലെ തന്നെയുള്ള പലതരത്തിലുള്ള സമരമാർഗങ്ങളും അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരോ അല്ലെങ്കിൽ അധികാരികളോ ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്ത ഈ സാഹചര്യത്തിലാണ് ഈ സായാഹ്നത്തിൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ഇങ്ങനെയൊരു സമരം സംഘടിപ്പിക്കുന്നത്. ഇവിടെ അധികാരികൾ മുന്നോട്ട് പോകുമ്പോൾ ഇനിയും ശക്തമായ രീതിയിൽ സമരമാർഗങ്ങൾ അവലംബിക്കേണ്ടതുണ്ട്. ഇതിന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി എല്ലാവിധ പിന്തുണയും ഈ അവസരത്തിൽ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ MLA-യും അതുപോലെ തന്നെയുള്ള മന്ത്രിയും അടക്കമുള്ള ആളുകൾ വന്നു. വളരെ നല്ല രീതിയിൽ തന്നെയുള്ള കാര്യങ്ങളെ പറ്റി പറഞ്ഞ് ബോധ്യവാന്മാർക്കെങ്കിൽ പോലും ഉദ്യോഗസ്ഥന്മാരുടെ അലംഭാവമാണ് ഇവിടെ ഈ സിഗ്നൽ തുറന്നു കിട്ടാത്തതിന് കാരണം. ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട MLA നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സിഗ്നൽ തുറന്നു കിട്ടണമെന്ന് ആ അധികാരികൾ ആവശ്യപ്പെട്ടിട്ടും അവർ അനങ്ങാപ്പറ നയമാണ് സ്വീകരിക്കുന്നത്. അങ്കമാലി മോർണിംഗ് സ്റ്റാർ ഹോം സയൻസ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥികളുടെയും ബിരുദാനന്തര വിദ്യാർത്ഥികളുടെയും ബിരുദദാന ചടങ്ങ് നടത്തി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. അൻവർ സാദത്ത് MLA മുഖ്യ അതിഥിയായി. വിദ്യാർത്ഥിനികൾ മുഖ്യ അതിഥിയിൽ നിന്നും അനുമോദന പത്രവും സർട്ടിഫിക്കറ്റും ഏറ്റുവാങ്ങി. കോളേജ് മാനേജർ സിസ്റ്റർ ആഷ്ലി അധ്യക്ഷയായി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ഷെമി ജോർജ്, ജോയിന്റ് കോർഡിനേറ്റർ റേനു കെ ലോയിസ്, സ്റ്റാഫ് കോർഡിനേറ്റർ ഡോക്ടർ KS സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു. ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങളിലൂടെ ഗവേഷണാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ ഒക്കെ സുധീരം മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതല്ലെങ്കിൽ തങ്ങളുടെ അഭിരുചിക്ക് അനുസൃതമായിട്ടുള്ള തൊഴിൽ മേഖലകളിൽ കാര്യമായ നിലയിൽ എത്തിപ്പെടേണ്ടുന്ന ഭാവിയും ഞങ്ങളെല്ലാവരും ചേർന്ന് ആശംസിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. പലപ്പോഴും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ റാങ്കുകളടക്കം കരസ്ഥമാക്കിയ പെൺകുട്ടികൾ കുടുംബജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളുടെ ഭാഗമായിട്ട് കുടുംബത്തിന്റെ ചുമരുകൾക്കകത്ത് ഒതുങ്ങിപ്പോകുന്നതുമായിട്ടുള്ള അനുഭവങ്ങൾ ധാരാളമായി കേരളീയ സമൂഹത്തിൽ കാണുന്നു എന്നുള്ളത് വളരെ ഉത്കണ്ഠാജനകമായിട്ടുള്ള ഒന്നാണ്. എന്നാൽ അതേസമയം വളരെ ശോഭനമായ നിലയിൽ ഭാവിയെക്കുറിച്ചുള്ള ശുഭവിശ്വാസം കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ നിരവധി ഇടപെടലുകൾ നമ്മുടെ പെൺകുട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇനിയൊരു ഇടവേള.